പറ്റൂല. നഗ്നനായിട്ട് ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ മുട്ടുവര, അരവര, നെഞ്ചുവര, കഴുത്തുവര വിയർപ്പിന്റെ അകത്ത് മുങ്ങി താഴുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അന്ന് നീ ചെയ്തു പോയ പാപത്തിന്റെ പേരിലോ നിന്റെ രൂപം ഇതുപോലെയല്ല. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയുടെ രൂപത്തില് നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, പിണ്ടാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ നാളെ പടച്ചിറപ്പിന്റെ പല ലോകത്ത് പല പല വിഭാഗങ്ങളായി പല പല കോലത്തിൽ നാളെ നിൽക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒന്ന് കരയടാ മോനെ. ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ, ഒരുപാട് കരയണമെന്ന് പറയുന്നില്ലോ, നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവണമെന്ന് പറയുന്നില്ലോ. ദുആ ചെയ്യുന്ന സമയത്ത് നിന്നെ കൊണ്ട് കരയാൻ പറ്റിയാൽ, നിന്നെ കൊണ്ട് കരയാൻ പറ്റിയ കര ഇനി കരച്ചല് വരുന്നില്ല. അഭിനയിക്കുമോനെ, അതിന് പണം വേണ്ടല്ലോ, പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ചെയ്യുന്ന സമയത്ത് ഒന്ന് കരയുന്നവനെ പോലെ ഒന്ന് വിങ്ങടാ, ഒന്ന് അഭിനയിക്കടാ. അങ്ങനെ അഭിനയിച്ച അല്ലാഹുവിന്റെ അദാബുകളെ കുറിച്ച് ഓർത്തിട്ട് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിന്റെ താഴെ വീണ, ആരാരും സഹായിക്കാനില്ലാത്ത പടച്ചറപ്പിന്റെ പരലോകമുണ്ടല്ലോ. അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെയേ തണലുള്ളൂ. ആ തണലല്ലാതെ വേറെ ഒരു തണലുമില്ലാത്ത ദിവസം അല്ലാഹു നിന്നെ അർശിന്റെ താഴെ ഒരു സ്ഥാനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, കരഞ്ഞാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അർശിന്റെ താഴെ നിനക്ക് അല്ലാഹു ഒരു സ്ഥാനം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു. ഒന്ന്, നാളെ അള്ളാഹുവിന്റെ അർശിന്റെ താഴെ മാത്രമേ തണലുള്ളൂ, വേറെ ഒരു സ്ഥലത്തുമില്ല. ഇന്ന് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ കണ്ണിൽ നിന്ന് താഴെ വീണാൽ അന്നാ തണലിൽ നിനക്ക് നിൽക്കാൻ അള്ളാഹു ഭാഗ്യം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കരയണം. പറ്റുന്നില്ലേ? കരയണ്ട. കരയാൻ പറ്റുന്നില്ലെങ്കിൽ അഭിനയിക്കാൻ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരണ്ട. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോ 16 or 19 മുടി നരച്ചിട്ടുണ്ടായിരുന്നു. ലോഹം ശരിയാണ്. 19ഓളം മുടി മുത്തുനബി വഫാത്താകുമ്പോ 19ഓളം, 16 or 19 എന്ന ഓർമ്മക്കുറവുണ്ട്. അള്ളാഹു ഓർമ്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്ര മുടി അതുവരെ എണ്ണി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രവാചകന്റെ മുടി നരയ്ക്കാനുള്ള കാരണം അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കമാ അവിടെ നിന്ന് പറഞ്ഞു, ഫസ്തഖിം കമാ ഉമിർത. ഈ ഒറ്റ ആയത്ത മുത്തുനബിയുടെ മുടി നരയ്ക്കാനുള്ള കാരണം ഖുർആനിലെ ഒറ്റ ആയത്ത്, ഫസ്തഖിം കമാ ഉമിർത. അല്ലാഹു പറഞ്ഞു, ഞാൻ പറയണത് പോലെ ജീവിച്ചോണം കേട്ടാ. അത്രേ പറഞ്ഞുള്ളൂ. ഞാൻ പറയുന്നത് പോലെ ജീവിച്ചു കൊള്ളണമെന്നുള്ള ഒറ്റ ആയത്ത്. ആ ആയത്ത് ഇറങ്ങിയതിനു ശേഷം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി നരച്ചത് എന്ന് ചരിത്രം പറയുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഈ നിരന്നിരിക്കുന്ന എത്ര എണ്ണത്തിന്റെ മുടി നരച്ചിട്ടുണ്ട്? വല്ല ബോധമുണ്ടോ? വല്ല ബോധം എനിക്കുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുടി നരയ്ക്കുന്നത് എന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിന് വല്ല അടയാളമുണ്ടോ? മരണത്തിന് വല്ല അടയാളമുണ്ടോ? ഉണ്ടട ചങ്ങാതി. മരണത്തിന് 3 അടയാളമുണ്ട്. നീ വിചാരിച്ചോ മരണം പെട്ടെന്ന് കയറി വരുന്നതാണെന്നല്ല. ഒരാളും മരിക്കാൻ സമയമായോ എന്നറിയാൻ 3 അടയാളമുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അറിയണോ മരണത്തിന്റെ അടയാളം? വേണോ? മരണത്തിന്റെ അടയാളം കേൾക്കണോ? നീ വിചാരിച്ചോ നിന്റെ മരണം അടുത്തില്ലെന്ന്? ആരാ പറഞ്ഞേ? സിറാജിന്റെ മരണം അടുത്തു. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്റെ മരണം അടുത്തു, വല്ലാഹി എന്റെ മരണം അടുത്തു. എനിക്ക് ഉറപ്പാ. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. അപ്പൊ ചോദിക്കും, എങ്ങനെ ഉസ്താദ്, നിങ്ങൾ വല്ല തങ്ങളോ വലിയോ വല്ലാണോ? ജിബിരിയിൽ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? ജിബിരിയിൽ വരാറൊന്നുമില്ല ചങ്ങാതി. പക്ഷെ എന്റെ താടിയിലെ ഒരു രോമം നരച്ചു.
എന്റെ താടിയിലെ ഒരു രോമം നരച്ചു. ഒരു മനുഷ്യന്റെ രോമം തലയിലെയോ താടിയിലെയോ രോമം നരച്ചു കഴിഞ്ഞാൽ അത് മരണത്തിന്റെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ജോലിക്ക് നിർത്തിയവനെ പിരിച്ചുവിട്ടത് താടിയിലെ ഒരു രോമം നരച്ചപ്പോഴാണ്. ഉമർ തങ്ങളുടെ ചരിത്രം നമുക്കറിയല്ലോ. ഒറ്റ രോമം നരച്ചപ്പോ ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയിരുന്നു, മരിക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രം. നീ മരിച്ചു പോകുമെന്ന് പറയാൻ വേണ്ടി മാത്രം ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തി. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് തരാനുള്ളതൊക്കെ പറഞ്ഞ് നീ പൊക്കോളാൻ. എന്തേ ഇപ്പൊ എന്നെ പിരിച്ചുവിട്ടത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒന്നുമില്ല, ഇനി നിന്റെ ആവശ്യമില്ല. കാരണം എന്റെ താടിയിലെ ഒരു രോമം നരച്ചു, ഇനി അത് പറഞ്ഞു തരും എനിക്ക് മരിക്കാൻ സമയമായെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ താടിയിലെ ഒരു രോമം നരച്ചു, നിന്റെ താടിയിൽ കറുത്തത് വല്ല ഉണ്ടോ എന്ന് നോക്കിനി. ഈ നിരന്നിരിക്കുന്ന സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും എന്റെയും നിങ്ങളുടെയും ശരീരത്തിലെ രോമം നരച്ചിട്ടുണ്ടെങ്കിൽ ഒരുങ്ങിക്കോടാ ചെറുപ്പക്കാരാ. പിന്നെ പെണ്ണ് കേട്ടാ നമുക്ക് പിന്നെ ആദ്യം കഫൻ തുണി വാങ്ങിച്ചു വെച്ചിട്ട് യാത്ര പറഞ്ഞൊരുങ്ങിക്കോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്നാൽ ഈ മുടി മൊത്തവും നരച്ചിട്ട് താടിയും തലയും നരച്ച വാപ്പ ഇപ്പോഴും ചാരിക സേരയില്ല, പള്ളി കയറൂല്ല, നിസ്കരിക്കാൻ കയറൂല. കാരണം ഒന്നിനുമില്ല, ഇനി ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക. വേറെ രണ്ടടയാളമുണ്ട്. എന്റെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ പറയണില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ആരെങ്കിലും ഇവിടെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് കരഞ്ഞാൽ നാളെ പരലോകത്ത് അർശിന്റെ താഴെ നിൽക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. 12 മണി കഴിഞ്ഞു. ഇവിടെ നിന്ന് ഏറ്റവും കുറഞ്ഞതൊരു 4 മണിക്കൂർ യാത്രയെങ്കിലും ഉണ്ട് കണ്ണൂര് വരെ പോകാൻ. എനിക്കറിയില്ല, രാത്രി ആയതുകൊണ്ട് എത്ര ഓടിയാലും ഒരു 4 മണിക്കൂറിൽ പുറത്തു വേണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂറും കൂടി ഇരിക്കൂലേ? നിർത്തണം, ഒരു അരമണിക്കൂറും കൂടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 5 എണ്ണം പറയാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്നത്ര പറഞ്ഞ് ചവിട്ടി നിർത്തണം. ഇതുകൊണ്ടാ ഇൻഷാ അല്ലാഹ്. 2 അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മോനെ കരഞ്ഞാൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? ലാ യലിജുന്നാറ ബകാ മിൻ ഖശിയത്തില്ലാഹ്. ഏതെങ്കിലും ഒരു മനുഷ്യനെ സദസ്സിലിരുന്നു കൊണ്ട് കരഞ്ഞാൽ, പടച്ചറപ്പേ എനിക്ക് പേടിയാ അല്ലാ, എനിക്ക് പേടിയാ അല്ലാ, നിന്റെ അദാബുകൾ എനിക്ക് പേടിയാ പടച്ചവര്. മോനെ നരകത്തെ കുറിച്ച് ഓർത്തു നോക്കാത്തതെന്തേ ചെറുപ്പക്കാരാ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ നരകത്തെ കുറിച്ച് ഞാനും നിങ്ങളും ഓർക്കാത്തതെന്താ? എത്രയോ പ്രഭാഷണങ്ങൾ കേട്ടവരല്ലോ. വീട്ടിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന തീയുണ്ടല്ലോ, അതുപോലും എന്നെയും നിങ്ങളെയും കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തെ ഓർക്കാത്തതെന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, മോനെ മലക്കുകൾ പോലും കരഞ്ഞത് നരകമോർത്തിട്ടാ. അവര് കരഞ്ഞിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം നോക്കുമ്പോ കഅബാലയത്തിന്റെ ഭാഗത്ത് നിന്നാരോ കരയുകയാ. ഒരു കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചെന്ന് നോക്കുമ്പോ കഅബാലയത്തിന്റെ മുന്നിൽ നിന്ന് കരയുന്നത് ആരെന്നറിയുമോ? മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമാണ് കരയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. അവിടുന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, എന്തിനാ കരയുന്നത്? എന്തിനാ കരയുന്നത്? അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, നരകത്തെ ഭയന്നിട്ടാ, അല്ലാഹുവിന്റെ അദാബ് ഭയന്നിട്ടാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, നീയല്ലേ വഹീമായിട്ട് കടന്നു വരുന്നത്? നിനക്കെന്തേ പേടിയെന്ത്? നിനക്കെന്തേ പേടിയെന്ത്? എന്തിനാടാ ജിബ്രീൽ കരഞ്ഞതെന്നറിയുമോ?